ഹലോ മൈ ഡിയർ ചങ്സ്. അങ്ങനെ ഞങ്ങൾ വീണ്ടും വിയറ്റ്നാമിലൂടെ ഇങ്ങനെ മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ വൈബ്, അതേ ആംബിയൻസ് കണ്ടില്ലേ? ഏതോ അവിടുത്തെ പാർലമെൻ്റാണെന്ന് തോന്നുന്നു, എന്താണാവോ. പിന്നെ വീണ്ടും ഞങ്ങൾ ലോക്കൽ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടിപൊളിയാട്ടോ. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ലെതറും കൊണ്ടുണ്ടാക്കിയ പല ഡ്രസ്സുകളും ബാഗുകളൊക്കെ കിട്ടും. അടിപൊളിയാണ്. അതും പലതരം മൃഗങ്ങളുടെ, മുതല, മാൻ എന്നിവ എല്ലാ മൃഗങ്ങളുടെയും ലെതർ വെച്ച് ഉണ്ടാക്കിയ ബാഗും ഡ്രസ്സും കിട്ടുന്നതിന് ഇനി നമ്മൾ അവിടുത്തെ പബ്ബുകളിലോട്ട് പ്രവേശിക്കുന്നതാണ്. എന്താല്ലേ നോക്കിയ ഹൈവ നൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഇവിടുത്തെ പ്രത്യേകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പബ്ബിലത്തെ തീമായിരിക്കില്ല അടുത്ത പബ്ബിൽ. അത് എന്തായാലും ഡിഫറെൻ്റ് ആയിരിക്കും. വെച്ച് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങൾ നൈസായിട്ട് ഒരു ലൊക്കേഷൻ അങ്ങോട്ട് ഫിക്സ് ചെയ്തങ്ങോട്ട്. പിന്നെ അവിടെ ചെന്നപ്പോഴേക്ക് ഒരു ബലൂൺ അങ്ങോട്ട് കിട്ടി. ഞങ്ങൾ എന്താന്ന് നോക്കാൻ വേണ്ടി വലിച്ചൊക്കെ നോക്കി. ഹൈവ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പത വന്ന് അവിടെ മൂലക്ക് ഇരുന്നായിരുന്നു. പിന്നെ അവിടെ കുറേ ജിമ്മന്മാരുടെ കുറേ കലാവിരുതുകളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടില്ലേ? കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ തലയിറങ്ങും. പിന്നെ ചിക്സുകളെ കൊണ്ട് വഴിയിൽ നടക്കാനേ പറ്റില്ല, തട്ടി വീഴും. അമ്മാതിരി ചിക്സുകളാണ്, ഒന്നും പറയില്ല. അടിച്ചു പൊളിക്കണമെങ്കിലോ ഏഷ്യൻ കൺട്രി. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇത് അത്ര ഉള്ള കാര്യം. പിന്നെ ഞങ്ങളൊന്ന് സോഡ കുടിക്കാനായിട്ട്, അതും വേറെ ലെവലാണ്. അവരുടെ ഒരു പ്രസൻറ്റേഷൻ, വേ ഓഫ് പ്രസൻറ്റേഷൻ എന്താല്ലേ. നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ടല്ലോ, നമ്മൾ സ്വർഗം കാണുന്ന പോലെ ആയിരിക്കും. ഇത് നമ്മുടെ അടുത്ത പബ്ബാണ്. ഞാൻ പറഞ്ഞില്ലേ, എല്ലാ പബ്ബിലും ആ പബ്ബിൻ്റേതായിട്ടുള്ള അവരുടെ സ്വന്തം തീമുണ്ട്. അതാണ് വേറെ ലെവലാണ്. പിന്നെ നമുക്ക് അടുത്ത പബ്ബ് ഞാൻ കാണിച്ചു തരാം. ഇത് വേറൊരു പബ്ബ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആൻഡ് പ്ലസൻറ്റ് പബ്ബാണ്. ഇത് ഇങ്ങനത്തെ ഒരു വൈബ് എൻജോയ് ചെയ്യുന്നവർക്ക് പറ്റിയൊരു പബ്ബാണ്. ഇതിനും ഇതിൻ്റേതായിട്ടുള്ള സുഖമുണ്ട്. പിന്നെ ഞങ്ങൾ അധികം വൈകാന്നില്ല, വിഷന്ന് കുടൽ എത്തിയിട്ട് ഞങ്ങൾ ഫുഡ് അടിക്കാനുള്ള പരിപാടിയായി. പിന്നെ നല്ല പച്ചക്ക് നല്ലൊരു ഫുഡ് അടിക്കുക എന്നുള്ള ചിന്തയും. പിന്നെ ഞങ്ങൾ ചിന്തിച്ചു, ഇപ്പോൾ സീ ഫുഡൊക്കെ കഴിച്ചിറങ്ങിയല്ലേ, പിന്നെ കുറച്ച് സ്റ്റീക്സിലോട്ട് പോവാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്റ്റീക്സൊക്കെ ഓർഡർ ചെയ്ത് ഒരു രക്ഷയിലെന്ന് വെച്ചാലേ ലവ് യു കണ്ട ഹൈവ ഒരു സോഡയും. അപ്പോൾ ബൈ മൈ ഡിയർ ആൻഡ് ഡാർലിങ്സ്.